ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലീഡ് കോഡ് 2665 കൗണ്ടർ 2 ചെയ്യാം. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലീഡ് കോഡിന്റെ സൈറ്റിൽ വരിക, അതിൽ പ്രോബ്ലത്തിൽ വരിക. ഞാൻ കാണിച്ചു തരാം. ലീഡ് കോഡിന്റെ സൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഈ സൈറ്റിൽ വരിക. ഇത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. പ്രോബ്ലംസ് എന്നുള്ള ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് വരും. അത് കഴിഞ്ഞാൽ 2665 കൗണ്ടർ 2. ഓക്കെ, ഇതെടുക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ് എ ഫംഗ്ഷൻ ക്രിയേറ്റ് കൗണ്ടർ. ഇറ്റ് ഷുഡ് അക്സെപ്റ്റ് ആൻ ഇനീഷ്യൽ ഇന്റീജർ ഇൻ ഇറ്റ്. ഇറ്റ് ഷുഡ് റിട്ടേൺ ആൻ ഒബ്ജക്ട് വിത്ത് 3 ഫംഗ്ഷൻസ്. നമ്മളൊരു ഫംഗ്ഷൻ എഴുതണം. ക്രിയേറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എഴുതി തന്നിട്ടുണ്ടല്ലോ. ഇത് ക്രിയേറ്റ് കൗണ്ടർ പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് ഇറ്റ് ഷുഡ് അക്സെപ്റ്റ് ഇന്നിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റീജർ നമ്മൾ വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് റിട്ടേൺ അത് റിട്ടേൺ ആൻ ഒബ്ജക്ട് വിത്ത് 3 ഫംഗ്ഷൻസ്. ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്? ഇൻക്രിമെന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രിമെന്റ് ഓഫ് എന്നുള്ള ആ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പർ ഇൻക്രിമെന്റ് ചെയ്യണം. ഡിക്രിമെന്റ് ആണെങ്കിൽ ഒരു നമ്പർ ഡിക്രിമെന്റ് ചെയ്യണം. റീസെറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്തത് ആ വാല്യൂ തരണം. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻപുട്ടിൽ ഇനിറ്റ് 5 ആണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇൻക്രിമെന്റ്, റീസെറ്റ്, ഡിക്രിമെന്റ്. ഇൻക്രിമെന്റ് ആണെങ്കിൽ 5 തന്നാൽ 6 വരണം. ഡിക്രിമെന്റ് ആണെങ്കിൽ രണ്ടാമത്തെ റീസെറ്റ് ആണല്ലോ. റീസെറ്റ് വരുമ്പോൾ 5 വരണം. ഡിക്രിമെന്റ് ആകുമ്പോൾ 5 ൽ 1 പോയാൽ 4 വരണം. എക്സാമ്പിൾ 2 വന്നിരിക്കുന്നത് നമ്മൾ 0 ആണ് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ഇന്നിറ്റിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തന്നിരിക്കുന്ന പോലെ ആദ്യം ഇൻക്രിമെന്റ്, അപ്പൊ 0 1 ഇൻക്രിമെന്റ് ചെയ്താൽ 1 ഔട്ട്പുട്ട്, പിന്നെ ഒന്നും കൂടെ ഇൻക്രിമെന്റ് വരുമ്പോൾ 2, പിന്നെ ഡിക്രിമെന്റ് എന്ന് പറഞ്ഞാൽ 2 ൽ 1 പോയാൽ 1, പിന്നെ 2 തവണ റീസെറ്റ്. അപ്പൊ റീസെറ്റ് 0 ആണ്, 0 0. ഇതാണ് നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്. ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ. നമുക്ക് ഇനി ഇത് ചെയ്ത് നോക്കാം. ഞാൻ VS കോഡിൽ ചെയ്ത് കാണിക്കാം. VS കോഡിൽ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കീ കൺസെപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് VS കോഡിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മളിവിടെ കോഡ് എഴുതി. ഇനി ഇതെന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ വാർ ക്രിയേറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഇന്നിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് നമ്മൾ പാരാമീറ്ററിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലെറ്റ് കൗണ്ടർ കറണ്ട് വാല്യൂയിലേക്ക് ഇന്നിറ്റിനെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? ഇൻക്രിമെന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരോ ഫംഗ്ഷൻ കൊടുത്തിട്ട് പ്ലസ് പ്ലസ് കറണ്ട് വാല്യൂ, ആ കറണ്ട് വാല്യൂവിന് കൂടി ഒരു നമ്പർ ആഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇവിടെ അടുത്തത് ഡിക്രിമെന്റ് എന്ന് പറയുമ്പോൾ ആരോ ഫംഗ്ഷൻ കൊടുത്തിട്ട് മൈനസ് മൈനസ് കറണ്ട് വാല്യൂ കൊടുത്താൽ ഒരു നമ്പർ ഡിക്രിമെന്റ് ആവും. റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെറ്റ് കൊടുത്തിട്ട് ഇതുപോലെ എഴുതി കഴിയുമ്പോൾ കറണ്ട് വാല്യൂ ആരോ ഫംഗ്ഷൻ കൊടുത്തിട്ട് കറണ്ട് വാല്യൂ ഈസ് ഈക്വൽ ടു ഇന്നിറ്റ്. കറണ്ട് വാല്യൂയിലേക്ക് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള വാല്യൂവിനെ എടുത്തു വെക്കും. ഇത്രയാണ് ഈ ഒരു കോഡിൽ വരുന്നത്. ഇവിടെ ഇതെങ്ങനെ ചെയ്തു വരാമെന്നുള്ളതിന്റെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഇത് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൺസോൾ ഡോട്ട് ലോഗിൽ കൗണ്ടർ ഡോട്ട് ഇൻക്രിമെന്റ് ഓഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ഇത് കൊടുക്കണം. കോൺസ്റ്റ് കൗണ്ടർ എന്നുള്ളത് ക്രിയേറ്റ് കൗണ്ടർ 0 ആയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കൗണ്ടർ ഡോട്ട് ഇൻക്രിമെന്റ് ഓഫ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആവും. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഓരോന്നായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ഈ ലീഡ് കോഡ് നമ്പർ 2665 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കൺസെപ്റ്റ് ജാവാസ്ക്രിപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ഒരു കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ഒബ്ജക്ട് ലിറ്ററൽ. ഒബ്ജക്ട് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ആൻ ഒബ്ജക്ട് ലിറ്ററൽ ഈസ് ജസ്റ്റ് എ വേ ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്ട് യൂസിങ് കേർലി ബ്രാക്കറ്റ്. കേർലി ബ്രേസ് വെച്ചിട്ട് നമ്മളിവിടെ ഈ കേർലി ബ്രേസ് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അതാണ്. It's like a box where we put related things like functions or values together using key value pairs. Key value pairs ആയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഓരോന്ന് വെക്കുന്നതിനെയാണ് പറയുന്നത് ഒരു ബോക്സ് ആയിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് എഴുതിയിട്ടില്ലേ, ഇപ്പൊ നമ്മൾ എഴുതിയ ഈ ഒരു കോഡ്, ഇത് ഒബ്ജക്ട് ലിറ്ററൽ ആയിട്ടാണ് വരുന്നത്. ഇവിടെ കണ്ടോ, ഈ ഈ ഒരു ഇത്. Here counter is an object. It has 3 keys: increment, decrement and reset. Each key holds a function like tools in the toolbox. Okay. അടുത്തത് വരുന്നത് ആരോ ഫംഗ്ഷൻ. നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതാണ് ആരോ ഫംഗ്ഷനായിട്ട് ഉപയോഗിക്കുന്ന സിമ്പൽ. ഓക്കെ, വാട്ട് ഈസ് എ ആരോ ഫംഗ്ഷൻ? ആരോ ഫംഗ്ഷൻ ഈസ് എ ഷോർട്ടർ ക്ലീനർ വേ ടു റൈറ്റ് എ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് റെഗുലർ ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റ് ആരോ ഫംഗ്ഷൻ എങ്ങനെ എഴുതണേ നോക്കാം. റെഗുലർ ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് കൊടുത്തിട്ട് റിട്ടേൺ x+1 എഴുതണം ഈ കർലി ബ്രേസിന്റെ ഉള്ളിൽ. ആരോ ഫംഗ്ഷൻ ആകുമ്പോൾ ജസ്റ്റ് ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ ആരോ ഫംഗ്ഷന്റെ സിമ്പൽ ഇട്ട് x+1 എന്ന് ഇട്ടാൽ മതി. അപ്പോൾ ബോത്ത് ആർ ഡൂയിങ് ദ സെയിം തിങ്. ആരോ ഫംഗ്ഷൻ ഈസ് ജസ്റ്റ് യൂസ് ലെസ് കോഡ്. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ഒരുപാട് കോഡ് എഴുതി ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല.
സിമ്പിൾ ആണ്. അടുത്ത ക്ലോഷർ. ഇതിൽ ക്ലോഷർ വരുന്നുണ്ട്. ക്ലോഷർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ഫംഗ്ഷൻസ് ഇൻക്രിമെന്റ് എക്സെട്ര ആർ റിട്ടേൺ ഫ്രം അനദർ ഫംഗ്ഷൻ ആൻഡ് സ്റ്റിൽ റെഫറൻസ് കറന്റ് വാല്യൂ ആൻഡ് ഇനിറ്റ്. ഈ ഒരു ഫംഗ്ഷൻ ഇത് വേറൊരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആരോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ ആണല്ലോ. ആദ്യം നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഈച്ച് ഫംഗ്ഷൻസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന്റെ പുറത്തുള്ള ഒരു ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ദീസ് ഫംഗ്ഷൻസ് ആർ റിട്ടേൺ ഫ്രം അനദർ ഫംഗ്ഷൻ ആൻഡ് സ്റ്റിൽ റെഫറൻസ് കറന്റ് വാല്യൂ ആൻഡ് ഇനിറ്റ്. പുറമേയുള്ള ഈ കറന്റ് വാല്യൂവിനെയും ഇനിറ്റിനെയും ഇതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കഴിവിനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയുന്നത്. വിച്ച് ആർ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ദെയർ ഓൺ സ്പേസ്. ഇതിന്റെ ഉള്ളിലല്ല ഉള്ളത്, ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലുള്ള വേരിയബിൾസിനെ അല്ല, പുറമേയുള്ള ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു എബിലിറ്റി ആണത്. ആ ഒരു എബിലിറ്റിനെയാണ് ഈ ക്ലോഷർ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ക്ലോഷർ. The ability of functions to remember the variable from the scope in which they are created. Any lexical scoping. Because of the JavaScript lexical scope, the inner function can see the variable current value in it from their ഔട്ടർ ഫംഗ്ഷൻ ക്രിയേറ്റ് കൗണ്ടർ. ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഈ ലെക്സിക്കൽ സ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇതിന്റെ പുറത്തായിട്ട് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് ആ ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇത് ചൈൽഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ഇത് പേരന്റ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കഴിവിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇത് ഉള്ളതിനെയാണ് ലെക്സിക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഇതുണ്ട്, ആ ഇതിനെ നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഇത് പ്രീ ഇൻക്രിമെന്റ് പ്രീ ഡിക്രിമെന്റ്. ഈ പ്ലസ് പ്ലസ് ഇട്ടിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ വാല്യൂ കൂടും, മൈനസ് മൈനസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയും, കൗണ്ട് കുറയും. അത് ദീസ് ഇൻക്രിമെന്റ് ആൻഡ് ദ ഡിക്രിമെന്റ് ദ വാല്യൂ ബിഫോർ റണ്ണിങ് ഇറ്റ്. പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് ഫസ്റ്റ് ദെൻ റിട്ടേൺ ദ വാല്യൂ. മൈനസ് മൈനസ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് വാല്യൂ കേട്ടോ. ഡിക്രിമെന്റ് ഫസ്റ്റ് ദെൻ റിട്ടേൺ ദ വാല്യൂ. ഓക്കെ, അതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മ്യൂട്ടബിൾ സ്റ്റേറ്റ്. ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ വേറൊരു കൺസെപ്റ്റ് ആണ്. മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ കറന്റ് വേരിയബിൾ ഈസ് മ്യൂട്ടബിൾ. ഇറ്റ് ക്യാൻ കറന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ഇവിടെ കറന്റ് വാല്യൂ പറയുന്നുണ്ടല്ലോ, അത് മ്യൂട്ടബിൾ ആണ്. ഇറ്റ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ അതിന്റെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മ്യൂട്ടബിൾ മീൻസ് കറന്റ് വാല്യൂ ഈസ് എ മ്യൂട്ടബിൾ വേരിയബിൾ മീൻസ് ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ഇറ്റ് ഡിഫൈൻഡ്. നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അതിന്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് മ്യൂട്ടബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. യു ആർ നോട്ട് റിട്ടേണിംഗ് ദ കറന്റ് വാല്യൂ ഡയറക്ട്ലി, യു ആർ റിട്ടേണിംഗ് ദ ഫംഗ്ഷൻസ് ദാറ്റ് മോഡിഫൈ ഇറ്റ്. നമ്മളിവിടെ ഫംഗ്ഷൻ എഴുതിയത് മോഡിഫൈ ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം നമ്മൾ 0 ആണ്, പിന്നെ 1 ആയി, 2 ആയി, പിന്നെയും 1 ആയി, 0 0 അങ്ങനെ വന്നല്ലോ. അങ്ങനെ അതിന്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ മ്യൂട്ടബിൾ എന്ന് പറയുന്നത്, മ്യൂട്ടബിൾ സ്റ്റേറ്റ്. ഓക്കെ, മ്യൂട്ടബിൾ ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ മ്യൂട്ടബിൾ ആണ് വരുന്നത്. യു ആർ റിട്ടേണിംഗ് ദ ഫംഗ്ഷൻസ് ദാറ്റ് ആർ മോഡിഫൈഡ്. പിന്നെ മ്യൂട്ടബിൾ മീൻസ് ക്യാൻ ബി ചേഞ്ച്ഡ്. ദ കറന്റ് വാല്യൂ ഈസ് ഇൻ കോൺസ്റ്റ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെറ്റ് വാർ കോൺസ്റ്റ്. ഇവിടെ നമ്മൾ വാർ വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ലെറ്റ്, അടുത്തതിൽ നമ്മൾ ഇത് ലെറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ലെറ്റ് ആണെങ്കിലും വാർ ആണെങ്കിലും നമുക്ക് മ്യൂട്ടബിളിലേക്ക് വരും. കോൺസ്റ്റ് പറഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, കോൺസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇതിന് പകരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്, നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ലെറ്റോ വാറോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മ്യൂട്ടബിളിനെ പറ്റിയിട്ട് ഇതിൽ ജാവാസ്ക്രിപ്റ്റിന്റെ കൺസെപ്റ്റിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഇനി ഈ കോഡിനെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ലീഡ് കോഡിൽ ഒന്ന് ചെയ്തു നോക്കാം. ഈ കോഡിലേക്ക് വന്നു, നമ്മൾ ഇവിടെ വന്നിട്ട് എഴുതി. ഇനി നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കേസ് നമ്മൾ ആദ്യം എക്സാമ്പിൾ പറഞ്ഞില്ലേ, 5 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക എന്നുള്ളത്. 5 ഇന്നിറ്റിനെ എടുത്തു, അപ്പോൾ ഔട്ട്പുട്ട് വേണ്ടത് 6 5 4. എക്സ്പെക്ടഡ് ഔട്ട്പുട്ടും പ്രോപ്പർ ഔട്ട്പുട്ടും കറക്റ്റ് ആയി. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ കേസിൽ നമുക്ക് എക്സ്പെക്ടഡ് 1 2 1 0 0 ഔട്ട്പുട്ട് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2665 കൗണ്ടർ 2ന്റെ ലീഡ് കോഡ് പ്രോബ്ലം. ഇനി ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീഡ് കോഡിന്റെ ഇതിലേക്ക് പൊക്കോളും. അങ്ങനെ നമുക്ക് കൂടുതൽ ഡെയിലി ലീഡ് കോഡുകൾ ധാരാളം ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി ചെയ്താലും കുഴപ്പമില്ല, മീൻസ് നമുക്ക് ഇഫ് യു ക്യാൻ ഡു മോർ ലീഡ് കോഡ് ഇൻ 1 ഡേ, സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഓക്കെ, എല്ലാവരും ചെയ്തു നോക്കുക. താങ്ക് യു.